പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഇവിടെ എല്ലാവരും ഒരുപാട് സംസാരിച്ചു. ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ട് വളരെ കുറച്ചേ ആയുള്ളൂ. അതുകൊണ്ട് ആധികാരികമായിട്ടൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ മേഖലയിൽ, മാപ്പിളപ്പാട്ട് മേഖലയിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം. വെറുമൊരു സംഗീതശാഖ എന്നതിലുപരി ഒരു ജനതയുടെ ചരിത്രവും പോരാട്ടവും പ്രണയവും ആത്മീയതയും കോർത്തിണക്കിയ സാംസ്കാരിക ജീവിതത്തിന്റെ കണ്ണാടിയാണ് മാപ്പിളപ്പാട്ടുകൾ. ഇത് വിവിധ കോണുകളിൽ നിന്ന് ഒഴുകിയെത്തിയ ഭാഷകൾ മലയാളത്തിന്റെ മണ്ണിൽ വേരുപിടിച്ചതിന്റെ ചരിത്രരേഖ കൂടിയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മാപ്പിളപ്പാട്ടിന്റെ കേവലമായ ചരിത്രമല്ല, മറിച്ച് അതിന്റെ പരിണാമത്തെയും വിസ്മയിപ്പിക്കുന്ന ഭാഷാഘടനയെയും മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന അതിന്റെ വർത്തമാനകാലത്തെയും സാങ്കേതിക വിദ്യയുടെ ലോകത്ത് അത് കാത്തിരിക്കുന്ന ഭാവിയെയും കുറിച്ചാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോയിൻകുട്ടി വൈദ്യർ വിതച്ച ആ സംഗീത വിത്തുകൾ ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ എങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നു എന്ന് നമുക്ക് ഈ സെമിനാറിലൂടെ പരിശോധിക്കാം. ഇതിന്റെ ചരിത്രമെടുത്തു നോക്കുമ്പോൾ മതപരമായ കാര്യങ്ങൾ, മാപ്പിള ലഹള പോലുള്ള യുദ്ധചരിത്രങ്ങൾ, പ്രണയം, സാമൂഹിക അവസ്ഥകൾ എന്നിവയെല്ലാം ഈ അറബി മലയാള ഭാഷയിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വർത്തമാനകാലത്തിലേക്ക് എത്തുമ്പോൾ ഇന്നത്തെ മാപ്പിളപ്പാട്ടുകളിൽ പഴയകാല ഇശലുകളിൽ കണ്ടിരുന്ന കടുപ്പമേറിയ അറബി പദങ്ങൾ കുറയുകയും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ശുദ്ധ മലയാളം കൂടുതലായി കടന്നു വരികയും ചെയ്തു. അതായത് ഇന്നത്തെ ഭാഷ കൂടുതൽ ലളിതവും കാവ്യാത്മകവുമാണ്. ഇനി ഇത് ഭാവിയിലേക്ക് എത്തുമ്പോൾ പഴയ മാപ്പിളപ്പാട്ടുകളിലെ ഭാഷയെക്കുറിച്ചുള്ള ഗൗരവമായ പഠനങ്ങൾ ഭാവിയിൽ ഈ കലാരൂപത്തിന് വലിയ അംഗീകാരം നേടിക്കൊടുക്കും. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇതിന്റെ ഭാഷാപരമായ പ്രത്യേകതകൾ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിക്കും. പഴയ പാട്ടുകൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിലൂടെ വരും തലമുറയ്ക്ക് ഈ ഭാഷാ വൈവിധ്യം പഠിക്കാൻ അവസരമൊരുങ്ങും. ഇനി ഇതിന്റെ മാറ്റത്തിലൂടെയൊന്ന് കണ്ണോടിക്കാം. മാധ്യമത്തിലെ മാറ്റം. ഓലകളിലും കടലാസുകളിലും അറബി മലയാള ലിപിയിൽ എഴുതപ്പെട്ടിരുന്ന പാട്ടുകൾ ഇന്ന് സ്പോട്ടിഫൈ, യൂട്യൂബ് തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറിയിരിക്കുന്നു. ഭാവിയിൽ AI ഉപയോഗിച്ചുള്ള സംഗീത നിർമ്മാണത്തിന് ഇത് വഴിമാറും. ഇനി ആസ്വാദനത്തിലെ മാറ്റം. പഴയ കാലത്ത് വരികളുടെ അർത്ഥത്തിനും സംഗീതത്തിനും മുൻഗണന നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് വർണ്ണാഭമായ വീഡിയോകൾക്കും നൃത്തത്തിനുമാണ് പ്രാധാന്യം. ഉള്ളടക്കത്തിലെ മാറ്റം. ചരിത്രവും മതപരമായ അറിവുകളും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറി കേവലം വിനോദത്തിനും ആഘോഷങ്ങൾക്കുമായി മാപ്പിളപ്പാട്ടുകൾ ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. വിനിമയ മാധ്യമത്തിലെ മാറ്റം. മാപ്പിളപ്പാട്ടുകൾ ഭാവിയിൽ AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയാകും പ്രധാനമായും ജനങ്ങളിലേക്ക് എത്തുക. സംഗീത നിർമ്മാണം. വർത്തമാന കാലത്തെ ഇലക്ട്രോണിക് ബീറ്റുകളിൽ നിന്ന് മാറി AI ഉപയോഗിച്ചുള്ള സംഗീത പരീക്ഷണങ്ങൾ ഈ ഭാവിയിൽ ഈ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ രചനാ രീതി എടുത്തു നോക്കുമ്പോൾ പഴയ കാലത്ത് കവികളും വർത്തമാനകാലത്ത് ഗാനരചയിതാക്കളും പാട്ടുകൾ എഴുതിയിരുന്നെങ്കിൽ ഭാവിയിൽ AI സഹായത്തോടെ വരികൾ തയ്യാറാക്കുന്ന രീതിയിലേക്ക് ഇത് മാറിയേക്കാം. ഇതിന്റെ ആസ്വാദനം വരുന്നത് കേവലം ദൃശ്യ ശ്രവ്യ അനുഭവങ്ങൾ എന്നതിലുപരി AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൂടുതൽ നൂതനമായ ഡിജിറ്റൽ ആസ്വാദന രീതികളിലേക്ക് മാപ്പിളപ്പാട്ട് പരിണമിക്കും. ചുരുക്കത്തിൽ പരമ്പരാഗതമായ കയ്യെഴുത്തു പ്രതികളിൽ നിന്ന് തുടങ്ങിയ മാപ്പിളപ്പാട്ടിന്റെ സഞ്ചാരം ആധുനിക കാലത്തെ വീഡിയോ ആൽബങ്ങൾ പിന്നിട്ട് AI എന്ന അത്യാധുനിക സാങ്കേതിക യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിലും അതിന്റെ തനിമയും ചരിത്രപരമായ പ്രാധാന്യവും നിലനിർത്തിക്കൊണ്ടുള്ള വളർച്ചയാണ് ഭാവിയിൽ ഉണ്ടാവേണ്ടത്. പഴയകാല പദസമ്പത്തും ആധുനിക സംഗീത ശൈലിയും ഒത്തുപോയാൽ മാപ്പിളപ്പാട്ടിന് തിളക്കമാർന്ന ഭാവിയുണ്ടാകും. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകവുമായി ബന്ധിപ്പിച്ച ഒരു സംഗീത നൂലാണ് മാപ്പിളപ്പാട്ട്. ആ നൂൽ മുറിയാതെ വർത്തമാനകാലത്തെ സാങ്കേതികതയുമായി ചേർത്ത് ഭാവിയിലേക്ക് നെയ്യുകയാണ് നാം ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് എനിക്ക് മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇന്നത്തെ മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്ക്
എവിടെയും ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്നതാണ്. ഒരു പാട്ട് പുറത്തിറങ്ങിയാൽ ഇത് ആരാണ് എഴുതിയത് എന്ന് ആരും നോക്കാറില്ല. ഇത് ആര് സംഗീതം ചെയ്തു, ആര് പാടി എന്ന് മാത്രമാണ് നോക്കാറുള്ളത്. പാടിയ ആളുടെ പേരിലാണ് ആ പാട്ട് പുറത്തിറങ്ങുന്നത് തന്നെ. ഈ പാട്ട് ഇന്നയാളുടെ പേരിലാണ്, ഇന്നയാൾ പാടിയതാണ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇത് ഇന്നയാൾ എഴുതിയതാണ് എന്ന് ആരും നോക്കാറില്ല എന്നതാണ് സത്യം. ഒരിക്കൽ ഞാൻ നമ്മുടെ ഫൈസൽ മാഷിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മാഷേ, നിങ്ങളൊക്കെ പല വേദികളിലും പോയി മാപ്പിളപ്പാട്ടിനെ കുറിച്ചും മാപ്പിളപ്പാട്ടിന്റെ രചയിതാക്കളെ കുറിച്ചും സംഗീതജ്ഞരെ കുറിച്ചും അതുപോലെ തന്നെ ഗായകരെ കുറിച്ചുമൊക്കെ മാഷ് പല വേദികളിലും പോയി സംസാരിക്കാറില്ലേ? എന്തുകൊണ്ടാണ് മാഷെ ഞങ്ങൾ ഇന്നത്തെ കാലത്ത് ഈ മാപ്പിളപ്പാട്ട് രചയിതാക്കളെ കുറിച്ച്, ഞങ്ങളെപ്പോലുള്ള രചയിതാക്കളെ കുറിച്ച് സംസാരിക്കാത്തത്, ഞങ്ങളുടെ പാട്ടിനെ കുറിച്ച് സംസാരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ മാഷ് എന്നോട് പറഞ്ഞൊരു കാര്യം, നീയൊക്കെ മരിക്കട്ടെ അതിനുശേഷം പറയാമെന്നാണ്. അത് കേട്ടപ്പോൾ ഞാൻ മാഷോട് ചോദിച്ചു, മാഷെ, ഞാൻ മരിക്കുന്നതിന് മുമ്പേ മാഷ് മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? പിന്നെ ആരാണ് ഇതൊക്കെ ഞങ്ങളെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മാഷ് എന്നോട് പറഞ്ഞത്, അതിന് മറ്റൊരാൾ വരുമെന്നാണ്. അന്ന് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നത് അതിന് മറ്റൊരാൾ വരുന്നുണ്ട് എന്ന് തന്നെയാണ്. അതായത് ഞങ്ങളെപ്പോലുള്ള മാപ്പിളപ്പാട്ട് രചയിതാക്കളെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇനി AI ആയിരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതായത് ഇന്ന സ്ഥലത്ത് ഇന്നൊരു രചയിതാവ്, നസീറ ബക്കർ എന്നൊരു മാപ്പിളപ്പാട്ട് രചയിതാവ് ജീവിച്ചിരിക്കുന്നു, അവര് ഒരുപാട് പാട്ടുകൾ എഴുതിയിരുന്നു, അവരുടെ പാട്ടുകൾ ഇന്നതൊക്കെ ആയിരുന്നു എന്ന് പറയാൻ, വരും തലമുറയോട് പരിചയപ്പെടുത്തി കൊടുക്കാൻ, വരും തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇനി AI വരുമെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.